السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. ജയം നിന്നിൽ മാത്രമല്ലേ, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ഇന്നാലെ ജീവിതത്തിൽ ഇന്നിതാ പള്ളിക്കാട്ടിൽ, നാളെ മഹ്ശറയിൽ നാഥൻ്റെ ജയിലറയ്ക്കുള്ളിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മെ ഖബൂലാക്കുമാറാകട്ടെ. നമ്മെ നാമമായി വേണ്ടപ്പെട്ടവരെയും ആദരവായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ പ്രപഞ്ചത്തിൽ ജീവിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം എണ്ണപ്പെട്ട കൊല്ലങ്ങൾ മാത്രമാണ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് അവധി നിശ്ചയിച്ചിട്ടുള്ളത്. അഅ്മാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60-നും 70-നും ഇടയിലാണെന്ന് ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ, ഈ നശ്വരമായ ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് നാളെ കിടക്കുന്ന ആ ഖബർ ജീവിതത്തിന് വേണ്ടിയും അതുപോലെ പാരത്രിക ലോകം വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടിയുമുള്ള പരിശ്രമവുമാണ് നാം ഈ ലോകത്ത് വെച്ച് ചെയ്യേണ്ടത്. മഹത്തുക്കളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും ഈ നശ്വരമായ ജീവിതത്തെ എണ്ണപ്പെട്ട തുച്ഛമായ ദിവസങ്ങൾ മാത്രം ജീവിക്കുന്നതായി ഈ ജീവിതത്തെ വളരെയധികം നൈമിഷികമായി കാണുകയും ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി അവർ പാടുപെടുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നതുപോലെ ഈ പ്രപഞ്ച ലോകത്തിൽ മനുഷ്യരുടെ അവസ്ഥ അവൻ ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാകുന്നു. അലാ ഇന്നമ ദുനിയാ കഅലാമി നായിമിൻ. ഉറങ്ങുന്നവൻ്റെ സ്വപ്നം പോലെയാകുന്നു ഈ പ്രപഞ്ച ലോകത്തിലുള്ള മനുഷ്യരുടെ ആയുസ്, അവൻ്റെ അവസ്ഥ. ആ ഉറക്കിൽ നിന്നും മരണത്തിലൂടെ, മരണമാകുന്ന അത്ഭുത പ്രതിഭാസത്തിലൂടെ അവൻ ഉണർച്ചയിലേക്ക് പോവുകയാണ്. അതല്ലാതെ മരണത്തിലൂടെ അവൻ അസ്തമിക്കുകയല്ല ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസുകൾ പഠിച്ചു മനസ്സിലാക്കിയത് യഥാർത്ഥ പണ്ഡിതന്മാരാകുന്നു. അവർ പറയുന്നു, ഈ നശ്വരമായ ജീവിതത്തിൻ്റെ അവസ്ഥ, ഇന്ന ലില്ലാഹി ഇബാദുൻ ഫുതന തൊല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന വനളറു ഫീഹാ ഫലമ്മ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന ജഅലൂഹാ ലുജ്ജതൻ വത്തഖദു സ്വാലിഹുൽ അഅമാലി ഫീഹാ സുഫന. മഹത്തുക്കൾ പറയുന്നു, ഇന്ന ലില്ലാഹി ഇബാദുൻ ഫുതന. അല്ലാഹുവിന് ചില ബുദ്ധിമാന്മാരായ ദാസന്മാരുണ്ട്. തൊല്ലഖു ദുനിയാ, അവർ ഈ ദുനിയാവിനെ തൊലാഖ് ചൊല്ലിയവരാകുന്നു. വഖാഫുൽ ഫിതന, ഫിത്നയെ ഭയപ്പെട്ടത് കാരണമായിക്കൊണ്ട് ഈ ദുനിയാവിനെ തൊലാഖ് ചൊല്ലിയവരാകുന്നു. നളറു ഫീഹ, അവർ ഈ ദുനിയാവിനെ നോക്കിക്കണ്ടപ്പോൾ ഫലമ്മ അലിമു, അവർ മനസ്സിലാക്കി, അന്നഹാ ലൈസത് ലിഹയ്യിൻ വതന, ഈ ജീവിതം എന്നെന്നും ജീവിക്കാൻ പറ്റിയ ശാശ്വതമായ ഭവനമല്ല എന്ന് ഈ ഐഹികമായ ജീവിതത്തെ അവർ തിരിച്ചറിഞ്ഞപ്പോൾ ജഅലൂഹാ ലുജ്ജതൻ, ഈ ഐഹികമായ ജീവിതത്തെ കപ്പലാക്കി മാറ്റുകയും വത്തഖദു സ്വാലിഹുൽ അഅമാലി ഫീഹാ സുഫന, അവർ സൽക്കർമ്മങ്ങളാകുന്ന സൽക്കർമ്മങ്ങളെ
അതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളാക്കി, ആഴക്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളാക്കി മാറ്റിക്കൊണ്ട് അവർ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ലിഖായിലേക്ക് സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ അവരെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചവരാകുന്നു, അവൻ്റെ ലിഖായിന് വേണ്ടി അവർ ജീവിച്ചവരാകുന്നു. മഹാനായ സയ്യിദു സാഹിദ് ഇബ്രാഹിം ഇബ്നു അദ്ഹം 18 രാജ്യങ്ങളുടെ അധിപനായിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബൽഖ എന്ന് പറയുന്ന 18 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു വിശാലമായ പ്രവിശ്യയുടെ അധിപനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം നിശ്ചലമായ ദുനിയാവിൻ്റെ നൈമഷികത മനസ്സിലാക്കിക്കൊണ്ട് ത്വലാഖ് ചൊല്ലി അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവേ, നിന്നെ കാണുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മക്കളെ തീമികളാക്കി, എൻ്റെ ഭാര്യയെ വിധവയാക്കിക്കൊണ്ടിതാ തമ്പുരാനെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള മഹത്തുക്കളൊക്കെയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചു. ആ മഹാന്മാരെ പിൻപറ്റി നാമും കൂടുതൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. മരണം നമ്മോടൊപ്പമുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യത്തോടുകൂടി ജീവിക്കുക. അള്ളാഹു പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നാം ഏവരെയും അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.